വിവാദങ്ങൾക്ക് പേരുകേട്ട മഹാരാഷ്ട്ര ശിവസേന എംഎൽഎ സഞ്ജയ് ഗേക്വാദ് വീണ്ടും വിവാദത്തിൽ. പോലീസിനെ കൊണ്ട് താൻ ഛർദ്ദിച്ച സ്വന്തം വാഹനം കഴുകിക്കുക, പ്രതിപക്ഷ നേതാവിന്റെ നാക്കരിയുന്നവർക്ക് പാരിതോഷികം വാഗ്ദാനം ചെയ്യുക, ലാത്തി വാങ്ങി പോലീസിനെ തന്നെ അടിക്കുക, പ്രകോപനപരമായി പെരുമാറുക, ഇതിലൊന്നും ഖേദം പ്രകടിപ്പിക്കാതെ ന്യായീകരിക്കുക, ഇങ്ങനെ നീളുന്നു ഗേക്വാദിന്റെ വിവാദ ലിസ്റ്റ്. ഇതിനിടയിൽ മഹാരാഷ്ട്ര നിയമസഭയിൽ പഴകിയ ഭക്ഷണത്തിന്റെ പേരിൽ ക്യാന്റീൻ ജീവനക്കാരനെ ആക്രമിച്ച കേസ് കൂടി. സംഭവം വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയപ്പോൾ ഖേദം പ്രകടിപ്പിക്കാൻ വിസമ്മതിച്ചു. ആവശ്യമെങ്കിൽ തന്റെ ആവർത്തിക്കുമെന്നും പറഞ്ഞു. ഗേക്വാദ് പലപ്പോഴും പ്രകോപനപരമായ പ്രസംഗങ്ങൾ, നിയമനിർവഹണ ഏജൻസികളുമായുള്ള ഇടയ്ക്കിടെയുള്ള ഏറ്റുമുട്ടലുകൾ എന്നിവയിലൂടെ വാർത്തകളിൽ ഇടം നേടുന്നത് പതിവാണ്. 2024 സെപ്റ്റംബറിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നാക്കരിയുന്നവർക്ക് 11 ലക്ഷം രൂപ പാരിതോഷികം വാഗ്ദാനം ചെയ്തതിനു ശേഷം സേനാ നേതാവ് പ്രതിഷേധം പ്രകടിപ്പിച്ചു. അമേരിക്കൻ സന്ദർശന വേളയിൽ ജാതിയെയും സംവരണത്തെയും കുറിച്ചുള്ള ഗാന്ധിയുടെ പരാമർശത്തെ തുടർന്നാണ് ഭീഷണി മുഴക്കിയത്. പുതുതായി നടപ്പിലാക്കിയ ഭാരതീയ ന്യായ സംഹിതയുടെ ഒന്നിലധികം വകുപ്പുകൾ പ്രകാരം തുടർന്ന് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. കഴിഞ്ഞ വർഷം ആദ്യം 1987 ഒരു കടുവയെ വേട്ടയാടിയതായും അതിന്റെ പല്ല് ഒരു പെൻഡന്റായി ധരിച്ചതായും ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. ഇതിനെ തുടർന്ന് വനവകുപ്പുമായി അയാൾ നിയമക്കുരുക്കിൽ പെട്ടു. വനവകുപ്പ് ഉടൻ തന്നെ പല്ല് പിടിച്ചെടുക്കുകയും വന്യജീവി സംരക്ഷണ നിയമപ്രകാരം അയാൾക്കെതിരെ കേസുമെടുത്തു. ഈ മാർച്ചിൽ ഒരു കൂട്ടം ആളുകളെ പോലീസിൽ നിന്ന് ലാത്തി വാങ്ങി അവരെ ആക്രമിക്കുന്ന വീഡിയോയും വൈറലായി. സംഭവം നിഷേധിക്കുന്നതിന് പകരം വ്യക്തികൾ ആക്രമികളാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതിനെ ന്യായീകരിച്ചു. അധികം താമസിയാതെ മറ്റൊരു വീഡിയോയിൽ ഒരു പോലീസുകാരൻ ഗേക്വാദിന്റെ സ്വകാര്യ വാഹനം കഴുകുന്നതും കാണിച്ചു. ഇത് സംസ്ഥാന തന്ത്രങ്ങളുടെ ദുരുപയോഗത്തിനെതിരെ പ്രതിഷേധം ആളിക്കത്തി. വാഹനത്തിനുള്ളിൽ താൻ ഛർദ്ദിച്ച ശേഷം പോലീസുകാർ അത് കഴുകാൻ സന്നദ്ധത പ്രകടിപ്പിച്ചു എന്നതായിരുന്നു സേന എംഎൽഎയുടെ ന്യായീകരണം.